തിരുവനന്തപുരം കിളിയൂരിൽ മകൻ പിതാവിനെ ആഭിചാരക്രിയയുടെ ഭാഗമായിട്ട് കൊലപ്പെടുത്തി എന്നൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ്. കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. വളർത്തിയ പിതാവിനെ മകൻ ബ്ലാക്ക് മാജിക് അഥവാ ആഭിചാരക്രിയയുടെ ഭാഗമായി ഇല്ലായ്മ ചെയ്തിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത ഞെട്ടലുണ്ടാവുകയാണ്. എത്ര ആലോചിച്ചിട്ടും അവന്റെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അച്ഛന്റെ ജീവൻ എടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഒടുക്കേണ്ടതുണ്ട് എന്ന് ഒരു മകന് ചിന്തിക്കേണ്ടി വന്നത് എന്തുകൊണ്ടെന്ന് ആലോചിക്കുകയായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും എന്റേതായിട്ടുള്ള തോന്നലാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് തുടക്കത്തിലേ പറയുന്നു, മകൻ ചെയ്ത തെറ്റ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും സമൂഹത്തിന് അംഗീകരിക്കാനോ നീതീകരിക്കാനോ ഒരിക്കലും അതിനെ ന്യായീകരിക്കാനോ കഴിയാത്ത തെറ്റാണ്. ആ തെറ്റ് ചെയ്തവൻ ഒരു ക്രൂരന്റെ പട്ടികയിലേക്ക് നമ്മൾ പെടുത്തി കഴിഞ്ഞു. അങ്ങനെ തന്നെയാണ് പെടുത്തേണ്ടത്, അതിൽ യാതൊരു സംശയമില്ല. കാര്യം പ്രജിൻ എന്ന മകൻ ഇത്രയും കാലം വളർത്തിക്കൊണ്ടുവന്ന ഒരു അച്ഛനെ ഇനി എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശല്യമാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്യുമ്പോൾ ആ മകന് എത്ര വിവരമുണ്ട്, എത്ര വകതിരിവുണ്ട്, എത്ര തിരിച്ചറിവുണ്ട് എന്ന തോന്നൽ നമുക്കുണ്ടാവുകയാണ്. പക്ഷേ എന്റെ ചോദ്യം നിങ്ങളോട്, ആ തെറ്റിലേക്ക് നടന്നെത്താൻ അവൻ ആദ്യം വഴിമരുന്ന് ഇട്ടുകൊടുത്തത് ആരായിരിക്കും?